രോഹിതേട്ടൻ ഈ കൈനോട്ടത്തിൽ വിശ്വസിക്കുന്നുണ്ടോ? എന്താ അങ്ങനെ ചോദിക്കാൻ കാര്യം? ഇല്ല, നമ്മൾ ഈ പണ്ട് കാലത്തൊക്കെ ഒരു കാലഘട്ടം വരെയൊക്കെ നമ്മൾ ഈ അമ്പലപ്പറമ്പുകളിലേക്ക് പോകുമ്പോൾ ഈ ഉത്സവങ്ങളിലേക്ക് പോകുമ്പോഴൊക്കെ നമ്മൾ കാണാറുണ്ട് കുറെ അമ്മൂമ്മമാര്. ഉണ്ടല്ലോ, ഇപ്പോഴും ഉണ്ട്. എറണാകുളത്തപ്പൻ ക്ഷേത്രത്തിലും ഒക്കെ കാണാം. വലിയ ക്ഷേത്രങ്ങളിലൊക്കെ മറ്റത്തെ സ്ഥലമുള്ളിടത്തൊക്കെ നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, അങ്ങനെ ഈ അമ്മൂമ്മമാരൊക്കെ ഇരിക്കുന്നത് നമ്മൾ കാണാറുണ്ട്. ഞാനിത് ചോദിക്കാൻ കാണാൻ 2 റീസൺസ്. ഒന്ന്, ഞാൻ ഒരു ഇൻ്റർവ്യൂ എടുത്തിട്ടുണ്ടായിരുന്നു. സഞ്ജയ് സായിറാം എന്ന് പറയുന്ന ഒരു പാമിസ്ട്രി ചെയ്യുന്ന, ഒപ്പം തന്നെ ന്യൂമറോളജി ഒക്കെ കോൺസെൻട്രേറ്റ് ചെയ്യുന്ന ഒരാളുടെയും. ഒപ്പം തന്നെ ഞാനൊരു റീല് കണ്ടു ഇൻസ്റ്റഗ്രാമിൽ. ആ റീലിൽ ഒരു പയ്യൻ ആദ്യം ഒരു ഡ്രസ്സ് ഇട്ടിട്ട് ഒരു കൈ നോക്കുന്ന ഒരു അമ്മൂമ്മയുടെ അടുത്തേക്ക് ചെന്ന് കൈ നോക്കാൻ പറയണം. അപ്പോൾ അമ്മൂമ്മ ഒരു ബലം പറയും. രണ്ടാമത് ഈ കുട്ടി പോയിട്ട് ഡ്രസ്സ് മാറ്റിയിട്ടിട്ട് വരും. അപ്പോൾ അമ്മൂമ്മ പറയുന്ന ബലം വേറെയാണ്. അപ്പം ഇതിൽ കുറച്ചധികം എന്താ പറയുക, കള്ളത്തരങ്ങളുണ്ട് എന്നുള്ള തരത്തിലാണ് ആ വീഡിയോ പോർട്രേ ചെയ്ത് വെക്കുന്നത്. പക്ഷെ നമ്മൾ സഞ്ജയ് സായിറാമിനോട് സംസാരിച്ചപ്പോൾ എനിക്ക് കിട്ടിയൊരു എക്സ്പീരിയൻസ് വേറെയായിരുന്നു. അപ്പോൾ രോഹിതേട്ടന് അങ്ങനെ ഒരു എക്സ്പീരിയൻസ് ഉണ്ടോ എന്നുള്ളതാണ് എൻ്റെ ചോദ്യം. കൈ നോക്കുന്നതിന് 2-3 രീതിയിലാണ് നമ്മളതിനെ, ഞാൻ പേഴ്സണലി അതിനെ കാണുന്നത്. ഒന്ന്, ഉത്സവപ്പറമ്പുകളിലൊക്കെ പോകുമ്പോൾ നമ്മൾ എത്രയോ രൂപ ഫുഡ് വാങ്ങിക്കാനും കപ്പൽ മേടിക്കാനും ബലൂൺ മേടിക്കാനും വണ്ടിക്കെണ്ണ മേടിക്കാനും ഒക്കെ ആയിട്ട് കളയും. അപ്പോൾ അവിടെ വന്നിരിക്കുന്ന അമ്മമ്മമാരുണ്ട്. ഇപ്പം എറണാകുളത്തപ്പൻ ക്ഷേത്രത്തിൽ ഉത്സവം നടക്കുമ്പോൾ അവിടെ ഒരു ഗ്രൗണ്ടിൻ്റെ സൈഡിലൊക്കെ ഇത്തരം അമ്മമ്മമാരെ കാണാൻ പറ്റും. പണ്ട് ഈ ഫെബ്രുവരി മാർച്ച് മാസത്തിലാണ് ഞങ്ങളുടെ നാട്ടിൽ ഉത്സവം വരിക. കുംഭമാസത്തിലെ ഉത്സവമാണ്. അപ്പോൾ പൊങ്കാല ദിവസം, അതായത് പൂരം നാളിൽ ഈ പൊങ്കാലയൊക്കെ കഴിയുമ്പോൾ അന്ന് തലവൂർ പൂരം, തൊട്ടടുത്ത ക്ഷേത്രമാണ്, അവിടെ തലവൂർ പൂരവും അന്ന് തന്നെയാണ്. അപ്പോൾ ഈ കാക്കാത്തിമാർ വരും, പാണ്ടക്കെട്ടുമൊക്കെ ആയിട്ട്, ചിലപ്പോൾ ഒക്കത്തൊരു കുഞ്ഞു എല്ലാ വീട്ടിലും വന്നിട്ട് സാപ്പാട് താങ്കെ എന്നൊക്കെ പറഞ്ഞ് വരും. തമിഴ് കലർന്ന മലയാളമാണ് ഇവർ സംസാരിക്കുന്നത്. അവർക്ക് പഴയ ഡ്രസ്സ് വേണം, ആഹാരം വേണം. അപ്പോൾ രാവിലെയൊക്കെ വന്ന് ചോദിക്കുമ്പോൾ ചിലപ്പോൾ ആഹാരം ഉണ്ടാവില്ല. അമ്മമാരൊക്കെ പൊങ്കാലയൊക്കെ ഇട്ടിട്ട് വന്നിട്ടാണല്ലോ വീട്ടിൽ ഫുഡൊക്കെ ഉണ്ടാക്കുന്നത്. ഹോട്ടൽ സംസ്കാരമൊന്നും ഇപ്പോഴും അന്നും ഇന്നും നമ്മുടെ നാട്ടിൻപുറത്തൊന്നും ഇല്ല. അതുകൊണ്ട് ഉത്സവമാണെങ്കിലും വീട്ടിൽ തന്നെ ആഹാരം ഉണ്ടാക്കും. അപ്പോൾ ചിലപ്പോൾ ആഹാരം ആയിട്ടുണ്ടെങ്കിൽ ആഹാരം കൊടുക്കും, ഇല്ലെങ്കിൽ ഇവർക്ക് പൈസ കൊടുക്കും. പൈസ നോക്കുമ്പോൾ ഇവർ കൈ നോക്കി ഫലം പറയും. അപ്പോൾ അത് പണ്ട് മുതലേ നമ്മൾ ചെറുപ്പകാലം മുതലേ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു സംസ്കാരമുണ്ട്. പിന്നെ നമ്മുടെ നാട്ടിൻപുറത്തുകൂടി കൈ നോക്കണമോ പക്ഷിശാസ്ത്രം എന്ന് പറഞ്ഞിട്ട് കിളിയെ കൂട്ടിലടച്ചിട്ട് തത്തമ്മയെ കൂട്ടിലടച്ചിട്ട് ആളുകൾ വരുമായിരുന്നു. അപ്പോൾ എൻ്റെ വീട്ടിൽ ഇങ്ങനെയൊക്കെ വന്ന് ആരാഹാരം ചോദിച്ചാലും ആഹാരം ഉണ്ടെങ്കിൽ എൻ്റെ അമ്മ കൊടുക്കും. ആര് വന്ന് ചോദിച്ചാലും ആഹാരം കൊടുക്കും. കയ്യിൽ പൈസ ഉണ്ടെങ്കിൽ നമ്മളിത് നോക്കിക്കാറുണ്ടായിരുന്നു പണ്ട് മുതൽ. അതൊരു രസകരമായൊരു സംഭവമാണ്. പിന്നീട് ജ്യോതിഷം എന്ന് പറയുന്ന ഒരു സംഭവം ഇപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം, ഇപ്പോൾ ബാക്ക് മീഡിയയിൽ നമ്മൾ വീഡിയോകളൊക്കെ ചെയ്യുമ്പോൾ ഒരുപാട് ജ്യോത്സ്യന്മാരുമായിട്ട് ഒരുപാട് ആളുകളൊക്കെ ആയിട്ട് നമുക്ക് സംസാരിക്കാനുള്ളൊരു അവസരം ദൈവഭാഗ്യം പോലെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഒരുപാട് അടുത്ത ബന്ധങ്ങൾ ഉണ്ടാക്കാൻ പറ്റിയിട്ടുണ്ട്. പക്ഷെ അതിനൊക്കെ മുമ്പ് നമ്മൾ ഈ ചാനലിൻ്റെ ഈ ആസ്ട്രോളജിയുമായി ബന്ധപ്പെട്ട കണ്ടൻറ്റുകളൊക്കെ ചെയ്യുന്നതിന് മുമ്പും കൃത്യമായി നമുക്ക് വിശ്വാസമുള്ള കുറച്ച് ജ്യോത്സ്യന്മാരുണ്ട്. ഇവരോടൊക്കെ നമ്മൾ പോയി സംസാരിക്കാറുണ്ട്. ജീവിതത്തിൽ പ്രശ്നങ്ങളുണ്ടാകുമ്പോൾ, കല്യാണത്തിൻ്റെ ജാതകം നോക്കാൻ വേണ്ടി മാത്രമല്ല, നമുക്ക് പ്രശ്നങ്ങളുണ്ടാകുമ്പോൾ, നമുക്ക് സാമ്പത്തിക പ്രശ്നങ്ങൾ ഉണ്ടാക്കുമ്പോഴൊക്കെ നമ്മൾ ജ്യോത്സ്യന്മാരെ പോയി കാണും. നമുക്ക് വിശ്വാസമുള്ള ആളല്ലേ. അപ്പോൾ ഇവർ ഓരോ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ അതിൽ ഓരോരുത്തർ പൂജ കാര്യങ്ങളൊക്കെ ചെയ്യണം വേണ്ടതെന്നുള്ള നമ്മൾ രണ്ടാമത്തെ കാര്യം നമ്മൾ തീരുമാനിക്കും. പിന്നീട് ആലോചിച്ചിട്ടാണ് തീരുമാനിക്കും. പക്ഷേ നമുക്കൊരു കോൺഫിഡൻസ് കിട്ടും. ചില ആളുകൾ നിങ്ങൾക്ക് നടക്കില്ല എന്ന് പറയുമ്പോൾ അത് നടത്താനുള്ള ഒരു ത്വര എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ വ്യക്തിപരമായ കാര്യമാണ്, അത് ഉണ്ടാവും എന്ന് ഞാനൊന്ന് ശ്രമിച്ച് നോക്കാം. ചില കാര്യങ്ങളിൽ തീരെ മുട്ടും, അത് എന്തുകൊണ്ടായിരിക്കാം എന്നൊക്കെ പറഞ്ഞ് നമ്മൾ അത് നോക്കാറുണ്ടായിരുന്നു. അപ്പോൾ ഈ ജ്യോതിഷത്തിനോടും ഇത്തരത്തിലുള്ള ശാസ്ത്രങ്ങളോടും ഒക്കെ പണ്ടേ ഒരു താല്പര്യമുള്ള ആൾ എന്ന നിലയിലാണ് ഞാൻ അതിനെ നോക്കി കാണുന്നത്. ഇപ്പോൾ ശില്പ ഇത് ചോദിച്ചുകൊണ്ട് ഞാൻ പറയാം, ഈ അടുത്ത സമയത്ത് ഈ കഴിഞ്ഞ ഞായറാഴ്ച ഞാൻ തിരുവനന്തപുരത്ത്, നമ്മുടെ തിരുവനന്തപുരം സ്റ്റുഡിയോയിൽ ഒരു വിസിറ്റായിട്ട് പോയി. അന്ന് ഞാൻ എന്നോടൊപ്പം ഭാര്യ ഉണ്ടായിരുന്നു. ഞങ്ങൾ കരിക്കകം ക്ഷേത്രത്തിൽ ദർശനത്തിന് വേണ്ടി പോയി. കരിക്കകം ക്ഷേത്രത്തെക്കുറിച്ച് പണ്ട് മുതൽ കേൾക്കുന്നു. ആദ്യമായിട്ടാണ് അവിടെ പോയി തൊഴാൻ. ഒരു എല്ലാ ക്ഷേത്രങ്ങളിലും പോകണമെങ്കിൽ നമുക്കൊരു നിയോഗം സൃഷ്ടിക്കണം എന്ന് ഒരാൾ എന്നോട് പറഞ്ഞിട്ടുണ്ട്. അവർ നമ്മളെ വിളിക്കണം, എന്നാൽ മാത്രമേ പോകാൻ പറ്റുള്ളൂ. സത്യത്തിൽ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ പോകാനായിരുന്നു എൻ്റെ പ്ലാൻ. പക്ഷേ രാത്രി തന്നെ എൻ്റെ മനസ്സിൽ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ പിന്നീട് പോകാം, കരിക്കകം ക്ഷേത്രത്തിൽ പോകാം എന്ന് ചോദിച്ചിട്ട് രാവിലെ കരിക്കകം ക്ഷേത്രത്തിൽ പോയി. അവിടെ പോയി അങ്ങോട്ട് പോകുമ്പോൾ തന്നെ ഒരു അമ്മൂമ്മ, രാവിലെ ഏകദേശം ഒരു 7:30 മണി സമയത്താണ് ഞാൻ ആ ക്ഷേത്രത്തിലേക്ക് പോകുന്നത്. പോകുന്ന വഴിയിൽ അമ്പലത്തിൻ്റെ തന്നെ വഴിയിൽ ഗ്രൗണ്ടിൽ ഒരു അമ്മൂമ്മ ഇരിപ്പുണ്ട്. അപ്പം എന്നോട് വൈഫ് പറഞ്ഞു, നമുക്ക് ചുമ്മാ കൈ നോക്കിയാലോ. ഞാൻ ആദ്യം നമുക്ക് ഭഗവതിയെ കണ്ട് തൊഴുതിട്ട് വരാം. ക്ഷേത്രത്തിൽ പോയി തൊഴുതു. തിരിച്ചു വന്ന് അവിടെ എന്തൊക്കെയോ വാങ്ങാനൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ വാങ്ങി തിരിച്ചു വരുന്ന വഴി നോക്കുമ്പോൾ ഈ ഒരു അമ്മൂമ്മയുടെ അപ്പുറത്ത് മറ്റൊരു അമ്മൂമ്മ കൈ നോക്കാൻ വേണ്ടിയിട്ട് അവരുടെ മുന്നിൽ ആളുണ്ട്. ഞങ്ങൾ ആദ്യം കണ്ട ആളുടെ മുന്നിൽ വണ്ടി നിർത്തി ഇറങ്ങിയപ്പോൾ തന്നെ അമ്മൂമ്മ കൈയാട്ടി വിളിച്ചു. അപ്പോൾ ഞാൻ കയ്യിലൊരു, എനിക്ക് തോന്നുന്നു ഏകദേശം ഒരു 80 രൂപ 90 രൂപ ചില്ലറ വണ്ടിയിലുണ്ടായിരുന്നു. ഞാൻ ഈ കാശ് എടുത്തിട്ടാണ് അങ്ങോട്ടേക്ക് പോകുന്നത്. അപ്പോൾ അവിടെ ചെന്ന് ഇരുന്നു കഴിഞ്ഞപ്പോഴേ
അമ്മ പറഞ്ഞു ഇങ്ങനെ അവരുടെ ഒരു മാർക്കറ്റിംഗ് തന്ത്രമുണ്ട്, മഹാരാജാവാതിരിക്കെ അത് മഹാരാജാവാണ്, മറ്റേതാണ് മറിച്ചാണെന്നൊക്കെ ഇവർ പറയും. സ്വാഭാവികമായിട്ട് ഇത് അവരിലേക്ക് ആളെ ആകർഷിക്കാനുള്ള പരിപാടി. അപ്പോൾ കള്ളം പറയില്ല, സത്യം മാത്രമേ പറയൂ, പറയുന്നതുകൊണ്ട് വിഷമം തോന്നരുത്, ദക്ഷിണ വെക്കുക എന്ന് പറഞ്ഞിട്ടൊരു ഡയറി. എനിക്ക് ഇതിനകത്ത് ഇഷ്ടമില്ലാത്തൊരു സാധനം. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ അറിഞ്ഞു കൊടുക്കും. നമ്മുടെ മനസ്സിന് സന്തോഷം ഉണ്ടാകുമ്പോൾ നമ്മുടെ കയ്യിലുള്ളതിലൊരു പങ്ക് കൊടുത്തിട്ട് വരാൻ സന്തോഷമുള്ളവരാണ്. ഞാൻ 50 രൂപ അതിലേക്ക് വെച്ചു. അപ്പോൾ ഞാൻ ഒരു ചാർട്ട് എടുത്ത് കാണിച്ചു. കൈ നോക്കുന്ന 250, 500, 1000 ഇത് ആണ് എൻ്റെ റേറ്റ്. അപ്പോൾ ഞാൻ പറഞ്ഞ് എൻ്റെ കയ്യിലുണ്ടായിരുന്ന ബാക്കി 40 രൂപയോ 30 രൂപ എന്തോ ആണ് ഞാൻ ചുരുട്ടി എണ്ണിയത് പോലുമില്ല. അതിലേക്ക് വെച്ചിട്ട് ഞാൻ പറഞ്ഞു, കച്ചവടം പറയരുത്, അതെനിക്കിഷ്ടമല്ല. അമ്മ പറയുന്നത് സത്യമാണെന്ന് തോന്നിക്കഴിഞ്ഞാൽ ഞാൻ അമ്മ പ്രതീക്ഷിക്കാത്ത പൈസ തരാം എന്ന് ഞാൻ പറഞ്ഞു. അപ്പം പുള്ളിക്കാരി അത് അടച്ചിട്ട് ശരിയെന്ന് പറഞ്ഞിട്ട് കുറേ കാര്യങ്ങൾ പറഞ്ഞു. ഈ കുറേ കാര്യങ്ങൾ പറഞ്ഞു. ഞാനിത് ഇത്രയും കഥ നീട്ടി വലിച്ചു കൊണ്ടുവന്നതിൻ്റെ കാര്യം, ഈ പല ജ്യോത്സ്യന്മാർ നമ്മൾ പല ജ്യോതിഷം പ്രാക്ടീസ് ചെയ്യുന്നവർ, പല രീതികൾ പ്രാക്ടീസ് ചെയ്യുന്നവർ നമ്മൾ സ്റ്റുഡിയോയിൽ വരാറുണ്ട്. അപ്പോൾ ഇവരോടൊക്കെ നമ്മൾ ഇൻ്റർവ്യൂ തുടങ്ങുന്നതിന് മുമ്പ് 1 മണിക്കൂറോളം നമ്മൾ സംസാരിക്കാറുണ്ട്. ഇപ്പോൾ ശില്പ ഇൻ്റർവ്യൂ എടുത്താലും മറ്റൊരു ആഴ്ചയായിട്ട് ഇൻ്റർവ്യൂ എടുത്താലും ആരെടുത്താലും ഞാനിവിടെ ഉള്ള സമയത്താണ് ഞാൻ അവരോട് കുറേ നേരം സംസാരിക്കാറുണ്ട്. അപ്പോൾ ഇവരോടൊക്കെ സംസാരിക്കുമ്പോൾ ഞാൻ എൻ്റെ ഡേറ്റ് ഓഫ് ബർത്തും നാളും വെച്ചിട്ട് എൻ്റെ കാര്യങ്ങളാണ് ചോദിക്കുന്നത്. ഇതൊക്കെ എല്ലാവരും പറയുന്ന ഒരുപോലെ ചുരുക്കം ചില ആളുകൾക്ക് മാത്രമാണ് കൃത്യമായി ആ കാര്യങ്ങൾ പറയാൻ. ബാക്കി എല്ലാവരും പറയുന്നത് ഏകദേശം ഒരുപോലെയാണ് കാര്യങ്ങൾ നടക്കാറുള്ളത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ജ്യോതിഷവിദ്യ പ്രകാരവും അല്ലെങ്കിൽ ഇപ്പം മിത്രാത്മജനെ പോലെയുള്ളവർ അവർ പ്രാക്ടീസ് ചെയ്യുന്ന രീതികളൊക്കെ വെച്ചിട്ട് നമുക്കറിയാം എന്തായിരിക്കും ഇവർ പറയാൻ പോകുന്നത്. ഇത് ആ അമ്മയ്ക്കും പറയാൻ പറ്റിയാൽ അതൊരു ശാസ്ത്രമാണെന്ന് എനിക്ക് അംഗീകരിക്കാം. ഒരു കാര്യം പലർ ഒരേപോലെ പറഞ്ഞാൽ, അതായത് അവർ പറയുന്നത് ഭാവിയും ഭൂതവുമാണ്. ഇപ്പോൾ ഈ അമ്മ എന്നോട് എൻ്റെ കൈ നോക്കിയും എൻ്റെ വലത് കൈ നോക്കിയിട്ടും എൻ്റെ മുഖം നോക്കിയിട്ടും കുറേ കാര്യങ്ങൾ പറഞ്ഞു. അതെല്ലാം ഒരു വിധത്തിൽ ഈ ജ്യോത്സ്യന്മാർ പറഞ്ഞതോ അല്ലെങ്കിൽ എൻ്റെ ജീവിതത്തിൽ കഴിഞ്ഞു പോയതോ ആയിട്ടുള്ള കാര്യങ്ങളുമായി കണക്റ്റ് ആവുന്ന കാര്യങ്ങളായിരുന്നു. അപ്പോൾ ഹസ്തരേഖാശാസ്ത്രം സത്യമാണ് എന്ന് വിശ്വസിക്കാനേ എനിക്ക് നിവൃത്തിയുള്ളൂ. അപ്പോൾ ഇത് എല്ലാം കഴിഞ്ഞപ്പോൾ എന്നോട് വിവാഹത്തെപ്പറ്റി, എൻ്റെ വിവാഹം കഴിഞ്ഞതിനെപ്പറ്റി, വീട് വെച്ചതിനെപ്പറ്റി, ഇനി വീട് വെക്കുമെന്ന്, വണ്ടികൾ വാങ്ങുമെന്ന്, വണ്ടികളോട് ഒരുപാട് താല്പര്യമുള്ള ആളാണെന്ന്, എൻ്റെ കൈ ഓട്ടക്കൈയാണെന്ന്, കയ്യിൽ പണം നിൽക്കില്ല എന്ന്, എൻ്റെ കൈ കൊണ്ട് ആർക്കും കടം കൊടുക്കരുത് എന്നൊക്കെ ഇതെല്ലാവരും പറയുന്ന കാര്യങ്ങളാണ്. അങ്ങനെ കുറേ കാര്യങ്ങൾ ജനറലൈസ് ചെയ്തു അവർ പറഞ്ഞു. അവർ കുറേ കാര്യങ്ങളൊക്കെ സംസാരിച്ചപ്പോൾ ഞാൻ അവരോട് എൻ്റെ പേഴ്സണലായി ഒരു ചോദ്യം ചോദിച്ചു. അപ്പോൾ അവർ പറഞ്ഞു അത് എൻ്റെ കൈ നോക്കി പറയാൻ പറ്റില്ല, ഭാര്യയുടെ കൈ നോക്കി പറയാമെന്ന് പറഞ്ഞു. ശരി ആയിക്കോട്ടെ, അപ്പോൾ ഒരു ദക്ഷിണ വെക്കാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ കൊണ്ടുവന്ന പൈസ മൊത്തം അമ്മയുടെ ഡയറിയിൽ വെച്ചു, അമ്മ അത് നോക്കൂ, നമുക്ക് നോക്കാവുന്നതാണ്. പുള്ളിക്കാരിയോടും കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞു, എൻ്റെ അമ്മയെ പറ്റി അങ്ങനെ കുറേ കാര്യങ്ങൾ പറഞ്ഞു എല്ലാം കഴിഞ്ഞപ്പോൾ സന്തോഷം. അപ്പോൾ നമുക്ക് കിട്ടുന്നൊരു സന്തോഷമുണ്ട്, നല്ല കാര്യങ്ങൾ, സാറ്റിസ്ഫാക്ഷൻ. അപ്പോൾ ഞാൻ എൻ്റെ വൈഫിനോട് അഞ്ജുനോട് പറഞ്ഞു പേഴ്സ് എടുക്കാൻ പറഞ്ഞു. അവൾ വണ്ടിയിൽ നിന്ന് പേഴ്സ് എടുത്തിട്ട് അതിനകത്ത് 500 നോട്ട് ഉണ്ടായിരുന്നു. ഞാൻ 500 രൂപ ദക്ഷിണയായി കൊടുത്തിട്ടാണ് അവിടെ നിന്ന് മടങ്ങി വന്നത്. അപ്പോൾ എനിക്ക് കിട്ടുന്നൊരു സന്തോഷമുണ്ട്, ആ ഒരു എനർജി ഉണ്ട്. അതായത് നല്ലത് വരാൻ പോകുന്നു അല്ലെങ്കിൽ മോശം വരാൻ പോകും, എൻ്റെ പ്രിക്കോഷൻ എടുക്കും. നല്ലത് പറഞ്ഞുകൊണ്ടായിരിക്കാം എനിക്ക് സന്തോഷമുണ്ടായതും ഞാനത് ചില്ലറ മാറാതെ ആ പൈസ അവിടെ വെച്ചിട്ട് വന്നതും. പക്ഷേ അതിൻ്റെ ഒരു എനർജി എനിക്ക് ഇപ്പോഴും ഉണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്ന ഒരാളാണ്. എനിക്കിങ്ങനെ ഒരാളെ കണ്ടു കഴിഞ്ഞാൽ, സീരിയസ്ലി സംസാരിച്ച് കഴിഞ്ഞാൽ എനിക്കത് ഒരാഴ്ചയോളം 2 ആഴ്ചയോളം ഒക്കെ ഈ സംഭവമായിട്ട് മുന്നോട്ട് പോകാൻ പറ്റും. മറ്റൊരു കാര്യം, ശിൽവ ഈ കൈനോട്ടം മാത്രമല്ലല്ലോ ആസ്ട്രോളജി, മൊത്തം കാര്യങ്ങളാണ് പറയുന്നത്. അപ്പോൾ നമ്മുടെ ചാനലിൽ അബാക് മീഡിയയിൽ ബാങ്ക് സോൺ എന്ന് പറഞ്ഞൊരു പ്രോഗ്രാമാണ്. അതിൽ ശ്രീനിവാസ പൈസാണ്, റിട്ടയർഡ് ബാങ്ക് ഉദ്യോഗസ്ഥനാണ് അദ്ദേഹം. അപ്പോൾ ഒരു 4-5 വർഷം ബാങ്കിങ് മേഖലയിൽ ജോലി ചെയ്ത ഒരാളെന്ന നിലയിൽ, ബാങ്കിങ്ങിലും ഇൻഷുറൻസിലുമായി ജോലി ചെയ്ത ഒരാളെന്ന നിലയിൽ എനിക്ക് കണക്ട് ആവുന്ന ഒരു വിഷയമാണ് ഈ ബാങ്ക് സോൺ എന്ന് പറയുന്നത്. അപ്പോൾ ശ്രീനിവാസ പൈസാറിനെ ഞാൻ എങ്ങനെയാണ് പരിചയപ്പെടുന്നത്? നമ്മുടെ എല്ലാ വീഡിയോകളും കണ്ട് ഞാൻ അത് കാണുന്നതിന് ഇപ്പോൾ ഞാൻ എന്തെങ്കിലും തിരക്കിൽ നിൽക്കുമ്പോൾ ഇവിടെ നമ്മുടെ ഓഫീസിൽ നിന്ന് രാഹുലോ ശില്പിയോ അനുപമയോ രോഹിതോ ആരെങ്കിലുമൊക്കെ ആയിരിക്കും ഈ വീഡിയോ കണ്ടു നോക്കിയിട്ട് അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ ഞാനത് കാണുന്നതിന് മുമ്പ് അതിൽ തെറ്റുകളും നല്ലതും പോരായ്മയും അക്ഷരത്തെറ്റുകളും ഒക്കെ നോക്കി എനിക്ക് മെസ്സേജ് അയക്കുന്ന ഒരാളാണ് ശ്രീനിവാസ പൈസാർ. 2 മാസം കൊണ്ടേ അദ്ദേഹം അത് കൃത്യമായി പ്രാക്ടീസ് ചെയ്യും. അപ്പോൾ ചില സജഷൻസ് പുള്ളി പറയാറുണ്ട്. ഐ മീൻ ഇന്നാളെ ഇൻ്റർവ്യൂ ചെയ്താൽ കൊള്ളാം. അപ്പോൾ എനിക്ക് അദ്ദേഹത്തിൻ്റെ പ്രൊഫൈൽ അറിയില്ല. അപ്പോൾ പുള്ളിക്ക് ഇതിനോടൊക്കെ വലിയ താല്പര്യമുള്ള ആൾ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അങ്ങനെ ഒരു ദിവസം ആദ്യമായി അദ്ദേഹം ഓഫീസിലേക്ക് വരുന്നു. ഞങ്ങൾ ബാങ്ക് സോൺ പരിപാടി പ്ലാൻ ചെയ്യുന്നു. ഷൂട്ടൊക്കെ കഴിഞ്ഞിട്ട് പോകുമ്പോൾ എന്നോട് ചോദിച്ചു, സാറിൻ്റെ നാളും പേരും ഡേറ്റ് ഓഫ് ബർത്തും ഒക്കെ ചോദിച്ചു. അടുത്ത തവണ അദ്ദേഹം വന്നപ്പോൾ എനിക്കെൻ്റെ കംപ്ലീറ്റ് ജാതകം, സീരിയസ്ലി എനിക്ക് ജാതകം എഴുതിയിട്ടില്ലാത്ത ഒരാളാണ്. എൻ്റെ അച്ഛനും അമ്മയും എനിക്ക് ജാതകം എഴുതിയിട്ടില്ല. കല്യാണത്തിന് കൊടുത്ത ഗ്രഹനില ഉണ്ടായിരുന്നു. എൻ്റെ കല്യാണത്തിന് നോക്കാൻ എൻ്റെ അറേഞ്ച് മാരേജ് ആയിരുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ട് ജാതകവും കാര്യങ്ങളൊക്കെ കൊടുക്കണം. അതിന് കൊടുക്കാൻ വേണ്ടി ഒരു കമ്പ്യൂട്ടർ ജാതകമാണ് നമ്മൾ എടുത്ത് കൊടുത്തത്. ഗ്രഹനില വെച്ചിട്ടാണ് നോക്കുന്നത്, ജാതകം വെച്ചിട്ട് നോക്കിയിട്ടൊക്കെ കുറവല്ലേ. അപ്പം അത് മാത്രമാണ് എൻ്റെ പക്കലുള്ളൂ. അപ്പോൾ അദ്ദേഹം തിരിച്ച് എൻ്റെ അടുത്ത് വരുമ്പോൾ ഞാൻ ഞെട്ടിപ്പോയി. ഇത് പ്രിൻ്റ് ഔട്ട് എടുത്ത് ഏകദേശം 100 പേജോളമുള്ള എൻ്റെ ജാതകം പ്രിൻ്റ് ഔട്ട് എടുത്ത് അത് സ്പൈറൽ ബൈൻഡ് ചെയ്ത് എനിക്ക് കൊണ്ടു തന്നിട്ട് അദ്ദേഹവും കുറേ കാര്യങ്ങൾ എനിക്കത് ഭയങ്കര വിശ്വാസം. കാരണം അത് പൈസയ്ക്ക് വേണ്ടി ചെയ്യുന്നതോ
അല്ലെങ്കിൽ ഒന്നുമല്ല, നമ്മളോട് സ്നേഹം കൊണ്ട് ആവശ്യപ്പെട്ടിട്ട് ചെയ്യുന്നതുമല്ല. തിരിച്ചു വരുമ്പോൾ അദ്ദേഹം എനിക്കൊരു നാച്ചുറൽ സ്റ്റോണിൻ്റെ ഒരു ബ്രേസ്ലെറ്റുമായിട്ടാണ് വന്നത്. അപ്പോൾ എൻ്റെ കയ്യിൽ കിടക്കുന്ന ഇത് നാച്ചുറൽ സ്റ്റോണാണ്. ഇത് ഈഗിൾ ഐ ആണ്. ഇത് നമ്മുടെ ടാരോ റീഡർ നിരഞ്ജന ഇവിടെ നിന്ന് ഇൻ്റർവ്യൂ കഴിഞ്ഞ് പോകുമ്പോൾ എന്നോട് ഡേറ്റ് ഓഫ് ബർത്തും കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ട് എനിക്ക് പുള്ളിക്കാരി ഇത് ബ്ലസ് ചെയ്തിട്ട് ബാംഗ്ലൂരിൽ നിന്ന് അയച്ചു തന്ന അതാണ്. അപ്പോൾ എന്നോട് ചോദിച്ചു ഇത് സാറിന്, ഞാൻ നിരഞ്ജന ഓക്കെ ഞാൻ സാറിനൊരു ഇത് കൊണ്ടുവന്നിരുന്നു. അത് വേറെ ടൈപ്പ് ഓഫ് ആണ്, ഒരു 7 നാച്ചുറൽ സ്റ്റോൺ വരികയും ബാക്കി വേറെ എന്തോ വരികയും ചെയ്തു. പക്ഷേ അത് എന്നോട് പറഞ്ഞു ഇടത്തെ കയ്യിൽ പറ്റുമെങ്കിലും നിരഞ്ജന എന്നോട് ഇടത്തെ കയ്യിൽ ഇടാനാണ് പറഞ്ഞത്. പക്ഷേ വാച്ചിൻ്റെ കൂടെ ഇടരുതെന്ന് പറഞ്ഞു. എനിക്ക് വാച്ചുകളോട് കമ്പമില്ലെങ്കിൽ പോലും ഈ ഒരു വാച്ചിനോട് എനിക്ക് എന്തൊക്കെയോ ഒരു അറ്റാച്ച്മെൻറ്റ് ഉള്ളതുകൊണ്ട് ഈ വാച്ച് ഞാൻ എപ്പോഴും ധരിക്കാറുള്ളതാണ്. ഇതിൻ്റെ സമയം പോലും ശരിയല്ല, സമയം ശരിയാക്കിയിട്ടുമില്ല. ഇത് കമ്പനി ആദ്യമേ തന്നെ, ഞാൻ എൻ്റെ കല്യാണത്തിന് വാങ്ങിയ വാച്ചാണ്. കമ്പനി ആദ്യം തന്ന ബാറ്ററി തന്നതിന് ശേഷം എൻ്റെ ബാറ്ററി മാറിയിട്ടില്ല. പക്ഷേ നമ്മൾ പ്രേക്ഷകർ ഇതൊക്കെ ശ്രദ്ധിക്കുന്നതെന്ന് പറയുന്നത്, പണ്ട് ഞാനൊരു വീഡിയോ ചെയ്തപ്പോൾ അതിനിടയിൽ വന്ന കമൻ്റാണ് രോഹിത് കയ്യിൽ കെട്ടിയിരിക്കുന്ന വാച്ചിൽ ഷൂട്ട് തുടങ്ങിയപ്പോൾ 1:10, ഷൂട്ട് അരമണിക്കൂറിന് ശേഷം അവസാനിപ്പിച്ചവരും 1:10. അതുപോലും ചില പ്രേക്ഷകർ കൃത്യമായി ശ്രദ്ധിക്കുന്നു എന്നുള്ളത് വളരെ സ്നേഹം സന്തോഷവും നൽകുന്ന കാര്യമാണ്. അപ്പം ശ്രീനിവാസ് ഭായ് സാർ തന്ന ഈ നാച്ചുറൽ സ്റ്റോണിൻ്റെ ബാൻഡ് എൻ്റെ ലെഫ്റ്റ് ഹാൻഡിലാണ് ഇട്ടിരുന്നത്. അപ്പോൾ ഓഫീസിൽ തന്നെ 2-3 പേര് വെച്ചു ഇതെന്താ ചേട്ടാ 2 കയ്യിൽ ഇതിട്ടേക്ക്. ഞാൻ പറഞ്ഞു ഇത് സ്നേഹമാണ്. ഇതിനോടുള്ള വിശ്വാസവും ബാക്കി കാര്യങ്ങളൊക്കെ പിന്നീടാണ്. അത് ഉണ്ടോ ഇല്ലയോ അല്ലെങ്കിൽ ഇത് വർക്ക് ചെയ്യുന്നോ എന്നുള്ളതൊക്കെ എപ്പോഴും സെക്കൻഡറിയാണ്. ഇതെനിക്ക് 2 പേർ ഗിഫ്റ്റ് ചെയ്ത സംഭവം. അത് വേറൊന്നും കൊണ്ടല്ല, അവർ നമ്മളോടുള്ള സ്നേഹം കൊണ്ട് ചെയ്യുന്നതാണ്, അവരൊന്നും പ്രതീക്ഷിച്ച് ചെയ്യുന്നതല്ല. പക്ഷേ ഇതിട്ട് 3ാമത്തെ ദിവസം രാത്രിയിൽ വീട്ടിലെത്തിയപ്പോൾ എനിക്കൊന്ന് ഇതൊക്കെ ഒന്ന് അഴിച്ചു വെക്കാം എന്ന് തോന്നി. ഞാൻ ഈ ബാൻഡ് അഴിച്ചപ്പോൾ ആദ്യം ഇത് അഴിച്ചു വെച്ചു. പിന്നീട് ഈ ബാൻഡ് അഴിച്ചപ്പോൾ ബാൻഡ് പൊട്ടി. അത് കെട്ടിയിരുന്ന നൂല് പൊട്ടിയിട്ട് ഇത് ചിന്നി നുള്ളി പറക്കി എടുത്ത് വെച്ചു. എന്നിട്ട് ഞാൻ പിറ്റേന്ന് ശ്രീനിവാസ് ഭായ് സാറിൻ്റെ അടുത്ത് പറഞ്ഞു സാർ ഇത് പൊട്ടി, എന്നോട് ഇനി അത് ധരിക്കണ്ട, എന്തോ ഒരു വലിയ പ്രശ്നം അങ്ങനെ പോയി എന്ന് വിചാരിച്ചാൽ മതി. അപ്പോൾ ഇതൊക്കെ നമ്മളോട് സ്നേഹം കൊണ്ട് പറയുന്നത്, അല്ലാതെ ഇവർക്കൊരു കാര്യസ്ഥിതിക്ക് വേണ്ടി പറയുന്നില്ല. ഇപ്പം നോക്കൂ, നമ്മൾ നാട്ടിൻപുറത്തൊരു ജോത്സ്യനെയോ അല്ലെങ്കിൽ ഒരാളെ കാണുമ്പോൾ അവർ പറയും ഇന്ന പൂജ ചെയ്യണം. അപ്പോൾ ഒരു പക്ഷേ നടക്കുന്നുണ്ട്, അവർക്ക് പരിചയമുള്ള, അവർക്ക് ടൈപ്പുള്ള ക്ഷേത്രത്തിലേക്കായിരിക്കും അവരെ സജസ്റ്റ് ചെയ്യാം. അതിലൂടെയൊക്കെ അവർക്ക് വേറെ പൈസ കിട്ടുന്നുണ്ട്, ദക്ഷിണ കിട്ടുന്നുണ്ട്. ബിസിനസ് ഓറിയൻറ്റഡ്. ഇതങ്ങനെയൊന്നുമേ അല്ല. അപ്പോൾ അദ്ദേഹത്തിന് ബാങ്കിങ് പ്രൊഫൈലിൽ അത്രത്തോളം ജ്ഞാനമുണ്ട് എന്നുള്ളത് ഞാൻ അങ്ങോട്ടാണ് പറഞ്ഞത്. സാറേ നമുക്ക് പുള്ളിയോട് ഒരു പക്ഷേ ആസ്ട്രോളജിയുമായി ബന്ധപ്പെട്ടൊരു കണ്ടന്റ് ആയിരുന്നു. അദ്ദേഹം സന്തോഷത്തോടെ, ഇതിലും കൂടുതൽ സന്തോഷത്തോടെ അത് ചെയ്യുമായിരുന്നു. അത് നമ്മൾ പ്ലാൻ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ അദ്ദേഹത്തിന് ഒരുപാട് എക്സ്പീരിയൻസ്, ആ ബാക്ക് ഡിബേറ്റിലൊക്കെ അദ്ദേഹത്തിന് സംസാരിക്കുന്നത്, ലക്ഷദ്വീപിലൊക്കെ പോയി ജോലി ചെയ്ത ആളാണ്. അപ്പോൾ ഞാൻ പറഞ്ഞ കാട് കയറിയല്ല. അപ്പോൾ സ്വാഭാവികമായും കൈനോട്ടം ഒരു ശാസ്ത്രമാണ്. അത് പറ്റിക്കുന്ന ആളുകളുണ്ടോ എനിക്കറിയില്ല, ഉണ്ടായിരിക്കാം. എല്ലാ മേഖലയിലും ഉണ്ടല്ലോ, എവിടെയാണ് ഇല്ലാത്തത്? എല്ലാ മേഖലയിലും പറ്റിക്കുന്ന ആളുകളുണ്ട്. പക്ഷേ ഇതൊരു ശാസ്ത്രമാണ്. ആ ശാസ്ത്രത്തെ അംഗീകരിച്ച് അത് കൃത്യമായി പഠിച്ച് ചെയ്യുന്ന ഒട്ടനവധി പേർ നമുക്ക് ചുറ്റുമുണ്ട്. പിന്നെ ഇതൊക്കെ ഒരു രസകരമായ അനുഭവമാണ്. എക്സ്പീരിയൻസ് ചെയ്യാതെ നമ്മളെക്കുറിച്ച് മറ്റൊരാൾ പറയുന്നത് ഒക്കെ നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവമാണ്. അതൊക്കെ വല്ലപ്പോഴും ഒക്കെ ചെയ്ത് നോക്കുക. ഞാൻ തുടക്കത്തിൽ പറഞ്ഞല്ലോ, ഉത്സവത്തിനൊക്കെ പോകുമ്പോൾ നമ്മൾ എത്രയോ രൂപ നമ്മളെ കയ്യിൽ നിന്ന് ചിലവാക്കും. അതിൽ നിന്നൊരു 100 രൂപ ഇവർക്ക് കൊടുക്കുക. ഇവരൊക്കെ കോടീശ്വരന്മാരൊന്നും അല്ലല്ലോ, അവർക്ക് ആ ഒരു സീസണിൽ കിട്ടുന്ന ആ പൈസയാണ്. ചിലപ്പോൾ ഇങ്ങനെയുള്ള അനുഭവങ്ങളുണ്ടോ? ഇല്ല, ഞാൻ അങ്ങനെ പുറത്തൊന്നും കൈ നോക്കിച്ചിട്ടില്ല. നോക്കിക്കണം, പിശിക്ക് കയ്യിൽ കാശ് പിടിച്ചു. ഇല്ല, അല്ലാതെ പൈസ കൊടുക്കാലോ, കൈ നോക്കിച്ചിട്ട് തന്നെ പൈസ കൊടുക്കണം. അവര് അങ്ങനെ പൈസ വാങ്ങില്ലല്ലോ, അങ്ങനെ വാങ്ങുമെന്ന് എനിക്ക് തോന്നുന്നു. വാങ്ങുന്നവരും ഉണ്ടല്ലോ, ഞങ്ങളുടെ നാട്ടിലൊക്കെ നായാടികൾ എന്നൊക്കെ പറയും. അതാണ് ഞാൻ ആദ്യം പറഞ്ഞത്. അവർക്ക് ഓക്കെ കൊടുക്കാം. അവരൊന്നും കൈ നോക്കുന്ന ഭാഗങ്ങളിലേക്ക് ഞാൻ അങ്ങനെ പോകാറില്ല. ഞാൻ അതിൽ അൾട്ടിമേറ്റ്ലി ഞാൻ വിശ്വസിക്കുന്ന ഒരാളല്ലായിരുന്നു. എനിക്ക് തോന്നുന്നു ഇവിടുത്തെ കുറച്ച് ഇന്റർവ്യൂസിന് ശേഷമാണ് ഞാൻ ഈ സ്പിരിച്വൽ കാര്യങ്ങളെ കുറച്ചും കൂടി എക്സ്പ്ലോർ ചെയ്യുന്നത്. അതിനുവേണ്ടി താങ്കൾക്കൊരു നിയോഗം ഉണ്ടെന്ന് എല്ലാവരും പറയാറുണ്ട്. താങ്കൾക്ക് എന്തോ ഒരു സ്പിരിച്വൽ നിയോഗമുണ്ട്, അതുകൊണ്ടാണ് താങ്കൾക്ക് ഈ വീഡിയോയിൽ ചെയ്യേണ്ടി വരുന്നതെന്ന് ഇവിടെ ഇൻ്റർവ്യൂവിന് തൊട്ട് 2-3 പേർ എന്നോട് പറഞ്ഞിട്ടുണ്ട്. അത് വളരെ പോസിറ്റീവായിട്ട് എടുത്ത് കാര്യങ്ങൾ ചെയ്താൽ നന്നായിരിക്കും എന്നുള്ളതാണ് പറയാറുള്ളത്. ഇനി എന്തായാലും ഇതിൽ വിശ്വസിക്കാതിരിക്കാം, അതൊക്കെ ഓരോരുത്തരുടെയും ഇഷ്ടങ്ങളാണ്. ഇനിയെങ്കിലും ഉത്സവപ്പറമ്പുകളിൽ പോകുമ്പോൾ കുപ്പിവളയും ചാന്തും പൊട്ടും ഐസ്ക്രീമും പോപ്കോണും കിട്ടുന്നിടത്ത് മാത്രമല്ലാണ്ട്, അല്ലെങ്കിൽ വായി നോക്കാൻ ആൺകുട്ടികളെ കിട്ടുന്നിടത്ത് മാത്രമല്ലാണ്ട് ഇത്തരം ഇടങ്ങളിലൂടെയൊക്കെ പോയി കാര്യങ്ങൾ ചെയ്താൽ നന്നായിരിക്കും.